ഹലോ ഗായ്സ്. പാലക്കാട് നെന്മാറയിലെ ഇരട്ട കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള ചെന്താമരയെ പോലീസ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ന്യൂസ് ഇന്നലെ രാത്രി ലൈവായിട്ട് ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ചെന്താമരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആളൊരു ലോറി ഡ്രൈവറാണ്. മാത്രമല്ല ഒരുപാട് അന്ധവിശ്വാസങ്ങളും കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അതായത് ഇയാൾ ഈ കിട്ടുന്ന ക്യാഷൊക്കെ ദുർമന്ത്രവാദത്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതായത് ഈ ജ്യോതിഷത്തിലൊക്കെ വളരെ വലിയ വിശ്വാസം ഉണ്ടായിരുന്ന ഒരാളാണ് ഈ ചെന്താമര എന്ന് പറയുന്നത്. ഇയാൾ നിരന്തരമായിട്ട് ഭാര്യയുമായിട്ട് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭാര്യയെ കൊല്ലുമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. ഇതൊക്കെ കാരണം ഭാര്യ ഇയാളെ വിട്ടിട്ട് പോയി. ഒരു മകളുള്ളതാണെങ്കിൽ ഇയാളെ പേടിച്ച് വീട്ടിലേക്ക് വരാറില്ല. അതാണ് ഇയാളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിന് കാരണം, തൻ്റെ ഈ കുടുംബത്തിലെ വഴക്കിന് കാരണം മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണ് എന്നുള്ള ഒരു അസ്ട്രോളജറുടെ പ്രവചനം അസ്ട്രോളജർ ഇയാളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളിങ്ങനെ അയൽവാസി ആയിട്ടുള്ള ഒരു സ്ത്രീ, അതായത് സജിത എന്ന പേരുള്ള ഒരു സ്ത്രീയെ ഇയാൾ 2019 വെട്ടി കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ഇയാൾ ഇത്തരത്തിൽ ഒളിവിൽ പോയി. പിന്നെ 5 ദിവസത്തിന് ശേഷം ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് അതിനുശേഷം 2022 ഇയാൾക്ക് ജാമ്യം അനുവദിക്കുന്നുണ്ട്. ആ ജാമ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥയായിരുന്നു പോലീസ് ജൂറിസ്ഡിക്ഷൻ. അതായത് പോലീസിൻ്റെ ആ ഒരു പരിധി ഉണ്ടാവില്ല, പോലീസ് സ്റ്റേഷൻ്റെ പരിധി, ആ പരിധിക്കുള്ളിൽ കിടക്കരുത് എന്നായിരുന്നു ആദ്യത്തെ ഒരു പ്രധാന ഉപാധിയായിട്ട് അയാളോട് പറഞ്ഞിരുന്നത്. പിന്നെ അതിനുശേഷം 2023 അത് പഞ്ചായത്ത് പരിധിയായിട്ട് ഇളവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ലംഘിച്ചുകൊണ്ടാണ് അയാൾ ആ പഞ്ചായത്തിലെ അയാളുടെ വീട്ടിൽ അയാൾ ഇത്രയും കാലം കഴിഞ്ഞിരുന്നത്. മാത്രമല്ല ഇപ്പോൾ വെട്ടി കൊലപ്പെടുത്തിയ ഈ സുധാകരനും സുധാകരൻ്റെ അമ്മയും ഇവർക്ക് ഇയാളിൽ നിന്ന് ഭീഷണി ഉണ്ട് എന്ന് മുന്നേ തന്നെ പോലീസിനോട്, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 1 മാസം മുന്നേ തന്നെ പോലീസിനോട് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് പോലീസ് താക്കീത് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ജാമ്യ ഉപാധി ലംഘിച്ച് പഞ്ചായത്തിനുള്ളിൽ തൻ്റെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ചെന്താമരയ്ക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ പോലീസ് അന്ന് തയ്യാറായില്ല. അതിന് പകരം അയാളെ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം എന്നൊക്കെ വന്നു പോവുകയാണ്. അയാളെ താക്കീത് ചെയ്ത് വിടുക മാത്രമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അയാളപ്പോൾ പറഞ്ഞു, ഞാൻ തിരുപ്പൂരിലേക്ക് പോവുകയാണ്, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അയാൾ അന്ന് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ തിരുപ്പൂർ പോയി തിരിച്ചു വന്ന കാര്യം പോലീസുകാർ അറിഞ്ഞില്ല. അതിനുശേഷം ആ ഒരു ചെറിയ അനാസ്ഥ, പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ചെറിയ അനാസ്ഥ, കാരണം ഒരു ക്രിമിനൽ ആണല്ലോ, അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ ഒരു ചെറിയ അനാസ്ഥ കാരണമാണ് ഇത്തരത്തിൽ ഇവരെ രണ്ടുപേരെയും വെട്ടി കൊലപ്പെടുത്താൻ, തിരുപ്പൂരിൽ നിന്ന് വന്ന ശേഷം ഇവരെ രണ്ടുപേരെയും ഈ ചെന്താമര വെട്ടി കൊലപ്പെടുത്തിയത്. ഈ ഒരു കാര്യത്തിൽ പോലീസിൻ്റെ അനാസ്ഥയെക്കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു CAയെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്ത് ആ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞാൽ ആ പോലീസ് ഓഫീസർ തിരിച്ച് സർവീസ് തന്നെ വരും. ഇതൊക്കെ ജനങ്ങളുടെ വാടിപ്പിക്കാനുള്ള ഒരു സസ്പെൻഷനാണ്. അതെന്തോ ആവട്ടെ, അയാൾക്ക് സസ്പെൻഷൻ കഴിഞ്ഞാലും തിരിച്ചു കയറാം. പക്ഷേ ആ മക്കൾക്ക് അവരുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും ഇനി അവർക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ്. അതായത് മുന്നേ 2019 കൊന്ന സജിത എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഭർത്താവിനെയും അമ്മയും ആണ് ഇപ്പോൾ ഈ ചെന്താമര ഇപ്പോൾ കൊന്നിരിക്കുന്നത്. ആ മക്കള് കരഞ്ഞു പറയുന്നത് ഇത് തന്നെയാണ്. പോലീസ് അന്ന് ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ തങ്ങളുടെ അച്ഛനും മുത്തശ്ശിക്കും, അമ്മ ഏതായാലും പോയി, അച്ഛനും മുത്തശ്ശിക്കും ഈ ഒരു ഗതി വരില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ പോലീസിൻ്റെ ഭാഗത്തുണ്ടായ ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം ഈ 2 പെൺകുട്ടികൾ അനാഥമായിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ പോലീസ് വിജിലൻ്റ് ആയിട്ട് കാര്യങ്ങൾ നീക്കുകയും ചെന്താമരയെ 36 മണിക്കൂറിന് ശേഷം ചെന്താമരയെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ചെന്താമര പോലീസിനോട് പറഞ്ഞത് കൊല്ലണമെന്ന ഉദ്ദേശമൊന്നുമില്ലായിരുന്നു. സുധാകരൻ സ്കൂട്ടറിൽ വരികയായിരുന്നു. അപ്പോൾ താൻ എന്തോ കാര്യത്തിന് വേണ്ടി മരത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുകയായിരുന്നു. ഈ സുധാകരൻ താനുമായിട്ട് വഴക്കിട്ടപ്പോൾ താൻ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് പിന്നീടുണ്ടായ വാക്ക് തർക്കത്തിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയും അവസാനം സുധാകരൻ്റെ അമ്മയും കൂടി അങ്ങോട്ട് വന്ന സമയത്ത് ഈ ഒരു കത്തി കൊണ്ട് ഇവരെ രണ്ടുപേരെയും വെട്ടി കൊലപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് ചെന്താമര പറഞ്ഞത്. ഇത്രയൊക്കെ കാര്യം ചെയ്തിട്ടും ഒരു കുറ്റബോധവും ഇല്ല എന്നുള്ളതാണ്. ആൾ സൈക്കോ ആണെന്നാണ് പറയുന്നത്. അപ്പം പിന്നെ കുറ്റബോധമൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല നമ്മൾ അയാളിൽ നിന്ന്. അയാൾ ഭക്ഷണപ്രിയനാണ്. മാത്രമല്ല അയാൾക്ക് വിശപ്പ് സഹിക്കാനും കഴിയില്ല. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് അയാൾ 2019 മർഡർ കേസിലും ഇപ്പോൾ ഈ ഒരു മർഡർ കേസിലും അയാൾ പെടാനുള്ള കാരണം. അയാളെ പോലീസ് പിടിക്കാനുള്ള കാരണം ഇയാൾ ഈ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇയാളുടെ
ഇയാൾ ലിസ്റ്റും കൊണ്ടാണ് നടക്കുന്നത്. ആരെ കൊല്ലണം എന്നുള്ള ലിസ്റ്റ് കൈ കരുതിയിട്ടാണ് ഇയാൾ നടക്കുന്നത്. ഇയാൾ പോലീസിനോട് പറഞ്ഞത് തന്നെ ഉപേക്ഷിച്ച് പോയ ഭാര്യ, അതേപോലെ തന്നെ ഒരു പോലീസുകാരൻ, തൻ്റെ അയൽവാസിയായ ഒരു സ്ത്രീ, ഈ 3 പേരെയും തനിക്ക് കൊല്ലാനുള്ള ഇനി അവരെ കൊല്ലാനാണെന്നു തൻ്റെ മനസ്സിലുള്ള പ്ലാൻ എന്നാണ് ഇയാൾ പറഞ്ഞത്. ഇയാളെ പോലുള്ള കൊടും ക്രിമിനൽസിനെയൊക്കെ ആജീവനാന്തം ജയിലിലിടുകയാണ് വേണ്ടത്. അല്ലാതെ ഇവനൊന്നും പുറം ലോകം കാണിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ഇനിയും ഇതേപോലെ ഒരുപാട് പേർക്ക് അവരുടെ ഉടയവരെ നഷ്ടപ്പെടും. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം ഒരു മിസ്റ്റേക്ക് ഉണ്ടായി. ആ ഒരു മിസ്റ്റേക്ക് തിരുത്താൻ വേണ്ടിയിട്ട് അവരിപ്പോൾ ഈ ചെന്താമരയെ കൃത്യമായ രീതിയിൽ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ പോലീസിനെ നല്ല കാര്യമാണ്, അഭിനന്ദിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്നും പറയില്ല. കാര്യം ആദ്യം മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെ പെടാപാട് വേണ്ടി വന്നത്. ഓക്കെ, ജനങ്ങൾ ഈ ചെന്താമരക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ ലാത്തി ചാർജ് നടത്തിയും പെപ്പർ സ്പ്രേ അടിച്ചൊക്കെ ജനങ്ങളെ ആട്ടി ഓടിച്ച് വിടേണ്ടി വന്നു പോലീസിന്. അപ്പോൾ ഇയാളെ പോലുള്ള ക്രിമിനൽസൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, പൊതുജനം ഒന്ന് വിചാരിച്ചാൽ നിങ്ങളൊന്നും അല്ല എന്നുള്ളതാണ്.